പേര് ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ അങ്ങനെ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സാണ്, ഭാരവാഹികളാണ്. ഓക്കെ, അപ്പോൾ പ്രവർത്തക നേതൃത്വ യോഗം ഉടനെ തന്നെ ഡൽഹിയിൽ വിളിച്ചു ചേർക്കുന്നതാണ്. അത് ഡൽഹിയിലെ സംസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അത് വേണ്ട രീതിയിൽ അടുത്ത മാസം എന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ ഇന്നത്തെ ഡൽഹിയിലെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത്. നമസ്കാരം. ഞാനിതിൻ്റെ രണ്ടാമത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. ഒന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് പട്ടാമ്പി അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഞാൻ ഡൽഹിയിൽ അറ്റൻഡ് ചെയ്യുകയാണ്. ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ സെക്കൻഡ് മീറ്റിംഗ്. അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഡൽഹിയിൽ വന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഒന്ന് വിസിറ്റ് നടത്തി, പാർലമെൻറ്റിലും രാഷ്ട്രപതിഭവനിലുമൊക്കെ. സോ അതെല്ലാം നമ്മൾ ഒരു ബിഗിനിങ്ങിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഒരു സക്സസ്ഫുള്ളായിട്ട് ഭാരതീയ ഹിന്ദു ലീഗ് എല്ലാ വിധത്തിലും സക്സസ്ഫുള്ളായിട്ട് വരണം. ഇന്ത്യയിലെ മൊത്തം എല്ലാ സ്റ്റേറ്റിലും പടർന്ന് ഒരു വലിയ ആൽമരമായ മാതിരി വളർന്ന് വലുതായി കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാവക ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ ദേശീയ ചീഫ് ഉപദേഷ്ടാവായ ബഹുമാനപ്പെട്ട ഡോക്ടർ എസ് രാമകൃഷ്ണ ശർമ്മ അവർ രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. കോഴിക്കോട് നടന്ന നേതൃയോഗത്തിലാണ് ആദ്യമായിട്ട് ഞാൻ മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് വന്ന് ഭാരതീയ ഹിന്ദു ലീഗിനെ പരിചയപ്പെട്ട് ആ ഒരു സംരംഭത്തിൽ പങ്കെടുത്ത് 2 വാക്ക് പറയുന്നത്. അന്ന് പറഞ്ഞ എന്താണെന്ന് ഓർമ്മയുണ്ട്. നമ്മുടെ ലീഗിൻ്റെ ലാഞ്ചനമായിട്ടുള്ള ശംഖ്, ആ ശംഖിൻ്റെ മഹത്വം എന്താണെന്ന് പറയേണ്ടായി. ഇന്ന് ആ ശംഖനാഥം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥമെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള ഡൽഹിയിലാണ് നമ്മൾ ഈ മീറ്റിംഗ് ചേരുന്നത് എന്നുള്ളത് ചരിത്രപ്രധാനമായിട്ടൊരു കാര്യമാണെന്ന് ഞാൻ ധരിക്കുന്നു. ഈ ഒരു ആരംഭം ഇതൊരു തുടക്കമാണ്, ഇതൊരു ദൗത്യത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ അടുക്കും ചുട്ടിയോടുകൂടി നമ്മുടെ രജിസ്ട്രേഷൻ ആയി അതിൻ്റെ ക്രമമായിട്ടുള്ള സംഖ്യകൾ നമുക്ക് ലഭിച്ചതിന് ശേഷം നമ്മുടെ വളരെ ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ട് പോകുമെന്നുള്ള നമ്മൾ തന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യത്തിലേക്ക് നമ്മൾ പരിപൂർണമായിട്ട് പ്രവേശിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ജയ് ശ്രീറാം.